ഓഫീസ് കഴിഞ്ഞിട്ട് ഇത്ര നേരമായി, ഇതുവരെ ഏട്ടന് വരാറായില്ലോ. ഇത്രയും നേരം വൈകണമല്ലോ, എവിടെ പോയി? ഹലോ, നീ എന്താ ഇവിടെ ഇരിക്കുന്നെ? അന്നാ ഇത് എന്നേട്ടാ കയ്യില്? ഇത് ഞാൻ എന്റെ ഡ്രസ് മേടിച്ചാ. ഇന്ന് ശമ്പളം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഡ്രസ് നോക്കട്ടെ. എടുത്തേക്കാം. ഉണ്ണി വന്നോ? ഇതെന്നാടാ അത്? നോക്കട്ടെ. കൊള്ളാലോടാ, രണ്ടും നന്നായിട്ടുണ്ട്. ഇത് കൊള്ളാം, ഇതെനിക്ക് നന്നായിട്ട് ചേരും. എന്നാ നീ ഇതെടുത്തോ. എന്താടാ സ്പെഷ്യലായിട്ട് വാങ്ങിക്കാൻ? സാലറി കിട്ടിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ഡ്രസ് എടുക്കണം. എന്തായാലും ഇഷ്ടായോ? ഇഷ്ടായിട്ടാ, ഇഷ്ടായി. നല്ലതല്ലേ? നന്നായിട്ടുണ്ടല്ലേ? ഇതെനിക്ക് നന്നായിട്ട് ചേരും. ഈ കളറാണ് ഇന്ത്യയിൽ ഇന്ത്യ. നിന്നെ പോലെ ഒരു അനിയനെ കിട്ടിയത് എന്റെ ഭാഗ്യാടാ. എന്നെ സൂചിപ്പിക്കല് മതി മതി മതി. എന്തായാലും ഇഷ്ടായല്ലോ. എന്തായാലും കൊള്ളാം. ഏട്ടൻ കുളിക്കുമ്പോഴേക്കും ചായ എടുക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം. ഇതൊരു കഷ്ടതയും ഇത്. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മേടിച്ചായിരിക്കും മറ്റത്. അത് നല്ല വയലറ്റ് കളറാണ്. മിക്കവാറും ഏട്ടന് എനിക്ക് മേടിച്ചായിരിക്കും. വേഗം ചേച്ചി മേടിച്ചെടുത്തുകൊണ്ട് ഒന്നും പറയാത്തായിരിക്കും. പക്ഷെ എനിക്ക് എന്തൊരു കഷ്ടമാണ്. എനിക്ക് ഈ കളർ ഇഷ്ടമല്ല. എന്തുണ്ടെങ്കിലും കൊള്ളില്ലാത്ത നോക്കി എനിക്ക് തരും, നല്ല നോക്കി ചേച്ചി എടുക്കും. എന്നാൽ ഏട്ടന് ഒരെണ്ണം മേടിച്ചിട്ട് എനിക്ക് മാത്രമായിട്ട് റൂമിൽ കൊണ്ട് തന്നൂടെ? ആരും കാണില്ലല്ലോ, പ്രദർശിപ്പിച്ചോണ്ട് വരികയും ചെയ്യും. ഇതൊരു കഷ്ടമാണ് ഇത്. എനിക്ക് മാത്രം എപ്പോഴും വൃത്തിയായിട്ട കളറ്. ചേച്ചി ഭയങ്കര ശല്യം കേട്ടോ. കാര്യം ഭർത്താവിന് ചേച്ചി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടോ? കഷ്ടം ഇത്. എങ്ങനെയുണ്ട് കറി? സത്യം പറയാലോ, ഉപ്പ് ഭയങ്കര കൂടുതലാണ്. നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കണത്? എനിക്ക് നല്ല ജോലിക്ക് പോകണ്ടല്ലേ? ഞാൻ ഉപ്പ് നോക്കിയാണല്ലോ ഇട്ടേ. എന്നിട്ടാണ് ഇത്ര ഉപ്പ്? എന്റെ പൊന്നോ, സഹിക്കാൻ പറ്റണില്ല. നാളെ വെക്കുമ്പോ ശരിയാക്കി. ഉണ്ണി കഴിച്ചു കഴിഞ്ഞോ? എവിടെ നിന്ന് കഴിക്കാൻ പറ്റാണ്ടിരിക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ചക്കക്കുരും മാങ്ങ ഉണ്ടാക്കിണ്ട് ചേച്ചി, ഇത് കഴിക്ക്. എന്റെ ചേച്ചി ഇവിടെ ഉണ്ടാക്കി ഈ കറി ഭയങ്കര ഉപ്പായിരുന്നു. ഞാൻ എങ്ങനെ കഴിക്കുന്ന വിചാരിച്ചപ്പോൾ ഈ കറി കൊണ്ട് വന്നത്. എന്റെ പൊന്നോ, അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ഉണ്ണി, ഞാൻ അവളോട് പറഞ്ഞാണ് ആ കറി അവന് ഇഷ്ടാവില്ല, വെറുതെ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. അവള് കേട്ടില്ല. അവളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയാണ്. എനിക്ക് തോന്നിയായിരുന്നു ആ കറിയുടെ മണം കേട്ടാൽ തന്നെ അറിയാം. നമുക്കൊരു കറിയുടെ മണം മണക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൊള്ളുവോ കൊള്ളില്ലയെന്ന്. ഞാനപ്പം തന്നെ പറഞ്ഞത് എനിക്ക് തോന്നിയായിരുന്നു മനസ്സിൽ. പിന്നെ നമുക്ക് വിഷമമായിട്ടില്ലോട്ട് ഞാൻ പറയാതിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് ചേച്ചി കറി വെക്കണ പോലെ കണ്ടുപിടിക്കാൻ. എന്ത് ചെയ്യാനാണ്, എങ്ങനെ പിടിക്കാനാണ്? അവളുടെ ഇഷ്ടത്തിന് വെക്കുള്ളൂ. നിനക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ എന്ത് ഇഷ്ടാന്ന് എനിക്കറിയാലോ. വളിച്ചാലും നീ കഴിക്കുന്ന എനിക്കറിയാം. അത് ശരിയാ. ഈ ചക്കക്കുരു മാങ്ങ നാളത്തേക്ക് ഒരു പച്ചമുളക് കൂട്ടി കഴിച്ചാട്ടല്ലോ എന്ത് ടേസ്റ്റാ. അത് പിന്നെ അവള് ഓരോന്നൊക്കെ പഠിച്ചു വരണല്ലേ ഉള്ളൂ, സാരല്ലടാ. അതൊക്കെ കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. എൻ്റെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാം. ഞാനിവിടെ ഇല്ലേ, നിന്റെ ചേച്ചി. ഞാൻ ഉണ്ടാക്കി തരാം. നീ അവള് ഓരോന്നൊക്കെ ഉണ്ടാക്കി പഠിക്കട്ടെ. അയ്യോ, 4 തൈര് മുളക് കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടോ? ഞാനത് എടുത്തിട്ടൊന്നുമില്ല. എടുത്തിട്ട് വരാം കേട്ടോ. നീ വിഷമിക്കണ്ട, നീ ചേച്ചിയോട് ചോദിച്ചു ഓരോ കറിയൊക്കെ വെക്കാൻ പഠിക്കട്ടാ. നോക്കേട്ടാ, എന്തൊരു ടേസ്റ്റ് ആണ്. ഇതുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും എന്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്തു അതിന്റെ മേലെ കയറി വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരും. ഒരു ചേച്ചിയോട് പോലും ചേച്ചി. ഇതൊരു കഷ്ടമാണ്. ഇതിനെ കൂടെ വലിയ ശല്യമുള്ളത്. അല്ല, നീ എന്തെങ്കിലും പറഞ്ഞു? ഒന്നുമില്ല, ചേച്ചി ഉണ്ടാക്കിയ പോലത്തെ കറി ഉണ്ടാക്കണം എന്ന് പറയായിരുന്നു. ശരിയാ, ചേച്ചിക്ക് അടിപൊളി കൈപ്പുണ്യം. ശരി ശരി, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടോ. ഏട്ടൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ എന്തൊരു സമാധാനം. പക്ഷെ നമ്മളേതായൊരു സമയം നമുക്ക് കുറവാണ്. രാത്രി മാത്രമേ ഉള്ളൂ. എപ്പോഴും പകല് ഫുള്ള് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ചേട്ടൻ്റെ ജോലി. നമ്മുടേതായൊരു സമയം നമുക്ക് കിട്ടുന്നില്ല. ഒരുമിച്ചിരുന്ന് വർത്താനം പറയാൻ പോലും നമുക്ക് രണ്ടുപേർക്കും പറ്റണില്ല അല്ലേ? പക്ഷെ 10 മിനിറ്റ് ഏട്ടനോട് വർത്താനം പറയുമ്പോൾ എന്തൊരു സുഖമാണ്. അത് ശരിയാ. അല്ല, ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാ, നമുക്ക് രണ്ടുപേർക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. നമ്മുടെ ഹണിമൂൺ പോലും ചേച്ചി അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരുള്ളത് കുഴപ്പമൊന്നുമല്ല, എന്നാലും നമുക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും പോയാലോ? അറ്റ്ലീസ്റ്റ് നമുക്ക് വൈകുന്നേരം ബീച്ച് വരെയെങ്കിലും പോയാലോ? ഉണ്ണി, നീ ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നാ? അല്ല, ഞങ്ങളെ ഒന്ന് വൈകുന്നേരം ബീച്ചിൽ പോയാലോ എന്നിങ്ങനെ വിചാരിക്കുവായിരുന്നു. അത് പറഞ്ഞോണ്ടിരുന്നതാ. പറയണ്ട. കൊറേ നാളായിടാ കടലൊക്കെ കാണാൻ പോയിട്ട്. ഞാനും ഈയിടെ വിചാരിച്ച ഒന്ന് എല്ലാവരോടും ബീച്ചിൽ പോണെന്ന്. എന്നാ നേരത്തെ പറയായിരുന്നില്ലേ, നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പോവാം എല്ലാവർക്കും കൂടി. ആയിട്ടാ ഒരുമിച്ച് പോവാം എല്ലാവർക്കും കൂടി. അച്ഛനും അമ്മയും സന്തോഷമാവും. അച്ഛനും അമ്മയും പുറത്തിറങ്ങിയിട്ടൊക്കെ എത്ര ദിവസമായി? 2-3 ആഴ്ച മുന്നേ നമ്മളിന്ന് സിനിമയ്ക്കാണ്ട് പോയത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങാനും പറ്റിയില്ലല്ലോ. നീ എന്തായാലും പറഞ്ഞു നന്നായി, നമുക്ക് ഇന്ന് തന്നെ പോവാം. ഞാൻ അച്ഛനമ്മ എടുത്ത് പറയാം. അയ്യോ, ഞാനത് പറയാനല്ല വന്നേ. ആ ടിവിയുടെ കേബിൾ എന്തോ വർക്ക് ചെയ്യണില്ല, നീ ഒന്ന് ഊരിക്കുത്താൻ വന്നേ. നിന്നോട് അത് പറയാനാ ഞാൻ വന്നേ, മറന്നുപോയി. ആ കേബിൾ ഊരി കുത്തിക്കാൻ. ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി, പോയിട്ട്
എൻ്റെ ദൈവം എന്തൊരു ഗതികേടാ ഇത്. ഒരു അരമണിക്കൂർ ഏട്ടനോട് വർത്താനം പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും കയറി വന്നോളൂ ഈ സാധനം. കാര്യം ഭർത്താവിൻ്റെ പെങ്ങളൊക്കെയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പോകണ്ടേ? എപ്പോഴും കുടുംബക്കാരെ കൊണ്ട് പോക്ക് കിടക്കുമോ? ഇത് ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ലേ? ഇതൊരു അവസ്ഥയാണിത്. ഞങ്ങൾ ഇവിടെ ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞാൽ അപ്പ ചേച്ചിക്ക് തുടങ്ങും. ഹലോ, ഒന്നുമില്ല. എൻ്റെ അമ്മ ഇവിടുത്തെ അവസ്ഥ ഒന്നും പറയണ്ട, വല്ലാത്ത കഷ്ടമാണ്. ചേച്ചി 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 അവളില്ലമ്മേ. എൻ്റെ അമ്മ ഒരു സ്വസ്ഥമായിട്ട് എനിക്ക് ഏട്ടൊന്നും സംസാരിക്കാൻ വഴിയില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ വഴിയില്ല. അപ്പം ചേച്ചി കയറി വരും. ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു റൂമിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പം ചേച്ചി വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിലും പറഞ്ഞ് ചേട്ടനെ ഞങ്ങൾ വിളിച്ചോണ്ട് പോകും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വഴിയില്ല. ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ചേട്ടന് പിന്നെ ചേച്ചിയുടെ കറിയെല്ലാം ഒന്നും പിടിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ചേട്ടൻ ഇഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ചേട്ടന് കൊണ്ട് കൊടുക്കും. ഒരു ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടനാണെങ്കിൽ ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തുണി മേടിക്കുമ്പോൾ ചേച്ചിക്കും മേടിക്കും. അതിന് നല്ലത് നോക്കി ചേച്ചി എടുത്തിട്ട് കൊള്ളില്ലാത്ത എനിക്ക് വരും. വല്ലാത്ത കഷ്ടമാണ്. തൊട്ടവരും പിടിച്ചവരും എല്ലാത്തിനും ഇവിടെ ചേച്ചി പറയേണ്ടത് മാത്രമേ വാക്കുള്ളൂ. ഞാൻ പറയേണ്ടത് ഇവിടെ ഒന്നുമല്ല. എൻ്റെ ഒരു വാക്ക് പോലും ഇവിടെ ആരും കേൾക്കുന്നില്ല. ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. വല്ലാത്ത കഷ്ടമേ. എടി മോളെ, ഈ കല്യാണാചന വന്ന സമയത്തേക്കല്ലോ പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ പെങ്ങള് ഈ കല്യാണം കഴിക്കാത്തവള് നിനക്കൊരു പണിയാവുമെന്ന്. അല്ല നീ കേട്ടില്ല. അപ്പൊ നിനക്ക് ഈ ചെറുക്കനെ മതിയിട്ട് പറഞ്ഞ് വാശി പിടിച്ചു. ശരി അമ്മ എനിക്ക് അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഭർത്താവിൻ്റെ ചേച്ചി വലിയൊരു ഇതായിരിക്കും അമ്മായിമ്മ. ഇപ്പോൾ ഒരു നാത്തുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ അമ്മ അച്ഛനൊന്നും ഒരു കുഴപ്പമില്ല. ചേച്ചിയാണ് ഇവിടുത്തെ കുഴപ്പം. ചേച്ചി പറയണത് ഇവിടെ അച്ഛനും അമ്മയും ചേട്ടൻ പോലും കേൾക്കുള്ളൂ. അമ്മ അന്ന് കല്യാണത്തിന് പിന്നെ പറഞ്ഞാ ചേച്ചി ഒരു പ്രശ്നമാവും കല്യാണം കഴിക്കാണ്ടിങ്ങനെ നിൽക്കണമെന്ന്. പക്ഷെ ഞാൻ അന്ന് അത്ര വലിയ കാര്യമായില്ല. പക്ഷെ ഇതിപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അതെന്തോ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതിന് വേറെ ഒന്നുമല്ല. എടി നിനക്ക് ഞാൻ എന്നാ ബെസ്റ്റ് ഐഡിയ പറഞ്ഞുതരാം മോളെ. നീ നിന്റെ ഭർത്താവിന്റെ പെങ്ങളെ ആ കല്യാണം കഴിക്കാത്തവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം. നീ ഭർത്താവിനോടോ നിന്റെ അമ്മായിപ്പനോടോ ആരോടെങ്കിലും പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നീ അവിടുത്തെ രാജ്ഞിയാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നല്ല കുടുംബങ്ങൾക്ക് വേറെ കിട്ടില്ല. ആ പെണ്ണിനെ ഒന്ന് കെട്ടിച്ചു വിട്ട് നീ രക്ഷപ്പെട്ടില്ലേ? നീ അതിനെ കുറിച്ച് ആലോചിക്കാം. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയാൽ എനിക്ക് സമാനാവും. പാവം പിടിച്ചൊരു അച്ഛനമ്മയാണ്. ചേട്ടനും കുഴപ്പമില്ല. ഞാനിവിടെ സമാനമായിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ശരിയാമ്മേ, എങ്ങനെയെങ്കിലും ചേച്ചിനെ കല്യാണം നടത്തണം. ഞാൻ എന്തായാലും ഏട്ടനോട് സംസാരിച്ച് നോക്കട്ടെ കേട്ടാ. ശരിയാ. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും ചേച്ചിയുടെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ ശരിയാവില്ല. ചേച്ചി ഇങ്ങനെ കല്യാണം കഴിയാണ്ട് ഒറ്റത്തടിയായിട്ട് ജീവിക്കുകയല്ലേ. അപ്പം ചേച്ചിയുടെ മുന്നിൽ ഞാനും ചേട്ടനും ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് സ്നേഹത്തോട് ചോദിക്കുമ്പോൾ ആർക്കായാലും വിഷമമുണ്ടാവും. അതിൻ്റെയാണ് ഈ കിടന്ന് കാണിക്കണത്. ശരിയാ, എങ്ങനെയെങ്കിലും ചേച്ചിയുടെ കല്യാണം നടത്തിയേ പറ്റൂ. എന്തായാലും ഇപ്പം തന്നെ ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം. ഏട്ടാ, എന്താടി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഏട്ടൻ ആ സെൻസിലെടുക്കണം. വേറൊന്നും കൊണ്ട് പറയില്ല. നമുക്ക് ചേച്ചിയെ ഒരു കല്യാണം ആലോചിച്ചാലോ? ചേച്ചി കല്യാണോ ചേച്ചിക്കോ? അല്ല നീ എന്താ പറയാൻ കാരണം? അല്ല ഏട്ടാ, ചേച്ചിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തുള്ളൊരു സ്വഭാവമല്ല ചേച്ചിക്ക് ഇപ്പം. ഇത് ഭയങ്കര വ്യത്യാസമാണ്. തൊട്ടേനും പിടിച്ചതിനൊക്കെ ചേട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആവുക. എന്തോ ഒരു അധികാരക്കളി പോലെയൊക്കെ പോലെ. നമ്മൾ രണ്ടുപേരും അടുത്തിരിക്കണ പോലും ചേച്ചിക്ക് ഇഷ്ടമല്ല. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ ചേട്ടൻ്റെ എടുക്കേണ്ട അവകാശങ്ങൾ പോലും ചേച്ചി തട്ടിപ്പറിച്ചെടുക്കുകയാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. പല കാര്യങ്ങളും ഞാൻ പിന്നെ പറയാണ്ട് പോവുക. എത്രയൊക്കെയായാലും ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. ചേച്ചി ഇങ്ങനെ കല്യാണം കഴിയാണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുക. അപ്പോൾ ചേച്ചിയുടെ മുന്നിൽ നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഭാര്യ ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? ചിലപ്പോൾ അതായിരിക്കും. നമുക്ക് ചേച്ചിക്ക് ഒരു കല്യാണം ആലോചിച്ചാലോ? നീ എന്ത് വർത്താനം ഈ പറയണത്? നീ എന്നോട് പറഞ്ഞു, വേറെ ആരോട് പറയാൻ നിൽക്കരുത്. നീ പറയണ ബുദ്ധിമുട്ടൊന്നും ചേച്ചിക്കിട്ടത് എനിക്ക് തോന്നണില്ല. നീ വെറുതെ ആലോചിച്ച് കൂടുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എന്നേക്കാൾ 5-6 വയസ്സ് മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്താണ് അച്ഛന് വയ്യാണ്ടായി തളർന്നിരിക്കുന്നത്. അന്ന് പിന്നെ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. വീട് വഴിയാധാരമുള്ള സമയത്ത് ഉള്ള പഠിപ്പ് വെച്ച് ചേച്ചി ഗൾഫിലോട്ട് പോയി കഷ്ടപ്പെട്ടാണ് ഈ വീടും പറമ്പും സ്ഥലവും ഒക്കെ ഉണ്ടാക്കിയത്. അതിന്റെ കഷ്ടപ്പാടാണ് നമ്മൾ ഇത്രയും സമാധാനമായിട്ട് ജീവിക്കുന്നത്. പിന്നെ പൈസയൊക്കെ ഉണ്ടാക്കി ഗൾഫിൽ നിന്ന് വന്ന സമയത്തേക്കും ചേച്ചിയുടെ കല്യാണപ്രായം കഴിഞ്ഞു. പിന്നെ ചേച്ചിക്കൊണ്ട് കല്യാണത്തിന് താല്പര്യം ഇല്ലാണ്ടായി. സോറി ഏട്ടാ, ചേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലാന്ന് മാത്രമേ എനിക്കറിയുള്ളായിരുന്നു. അല്ലാണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനൊരു കഥയുണ്ടെന്ന് എനിക്കറിയില്ല. പാവം, എനിക്ക് മനസ്സിലാവും. സാരില്ല ഏട്ടാ, ഞാൻ പറഞ്ഞ
ചേട്ടാ ഞാൻ പറഞ്ഞത് മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ, ആരോടും പറയല്ല, അച്ഛനമ്മയോടൊന്നും പറയേക്കല്ലോ കേട്ടോ. ഓ ഞാനായിട്ട് ആരോടും പറയാൻ പോല, പക്ഷെ ഈ ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഇല്ല കേട്ടോ, ഞാൻ ഇനി അങ്ങനെയൊന്നും പെരുമാറില്ല. ആ അത് മതി. അല്ല നമുക്കിന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോയാലൊരു മൈൻഡൊക്കെ ചേഞ്ച് ആവും. സിനിമയ്ക്ക് ഇന്ന് പോവാ. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പോവാ സിനിമയ്ക്ക്. എന്തായാലും ഇന്ന് പോവാ, നീ റെഡി ആയിക്കോട്ടെ. ആരാണ് ഇവിടെ സിനിമയ്ക്ക് പോണ ആരെയൊക്കെ പറയണേ? അല്ലേ ചേച്ചി വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയാലോ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കൂടി എത്ര നാളായിട്ട് മോഹൻലാൽ സിനിമയൊക്കെ കണ്ടിട്ട്, ഈയിടെ ഇറങ്ങിയല്ലേ, കൊറേ പറഞ്ഞിട്ട് നമുക്കന്ന് പോലെ എല്ലാവർക്കും കൂടെ പോവാ അല്ലേ? അച്ഛനമ്മ എല്ലാരും കൂട്ടിക്കൊണ്ട് പോവാ. എന്നാ വൈകുന്നേരം പോവാട്ടടാ, അത് ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ആ ശരി ചേച്ചി, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാട്ടാ. അച്ഛൻ വിളിക്കണ്ട്, അച്ഛന്റെ ഏതോ കണക്ക് പുസ്തകത്തിൽ എന്തോ കണക്കിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടേ, തേങ്ങ ഇട്ടതിന്റെ കണക്ക് എന്തോ ചോദിച്ചിട്ട് അച്ഛൻ വിളിക്കണ്ട്. നീ ഇങ്ങോട്ട് വാ, നിന്നെ വിളിക്കാൻ വന്ന ഞാൻ. അല്ല ഞങ്ങള് ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കും. നീ ഇങ്ങോട്ട് വാ, പിന്നെ വർത്തമാനം പറയാം. അതാ വരുന്നു ചേച്ചി, ഇതാ വരുന്നു. ഈ മെനപ്പെട്ട സാധനം, ഇതിന് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് ഇഷ്ടമേ അല്ലേ? ഒന്നും എന്റെ കെട്ടിയവരോട് വർത്താനം പറയാൻ പോലും സമ്മതിക്കില്ല. എന്തൊരു സ്വഭാവമാണ്, ഇതൊരു ഗതികേടാണ്.